നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോണിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ. ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും പേരായോളേ മറിയേ. യെരൂശലേം നടയിൽ തൂമയിൽ പൂവിടും. ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവികതയിൽ വളർത്തി ദൈവവിശ്വാസം പരിശീലിപ്പിക്കുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പരിശുദ്ധവും പരിപാവനവുമായ ഈ ക്രിസ്തീയ ദൗത്യം നിറവേറ്റുകയാണ്. തങ്ങളുടെ മക്കൾ വിശുദ്ധ കുർബാനയാകുന്ന അമൃത് സ്വീകരിച്ച് പൊതുജീവനിലേക്ക് തളർക്കപ്പെടുന്നതിനായി സമർപ്പണത്തിന്റെയും ആശീർവാദത്തിന്റെയും സൂചകമായി മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് ദേവാലയത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഹൃദയസ്പർശിയായ രംഗമാണ് ദേവാലയത്തിന് മുൻപിൽ നാം ദർശിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈശോയുടെ ജീവനിലേക്ക് തങ്ങളുടെ ജീവിതം കലർത്തപ്പെടുന്നതിന്, യേശുവിന്റെ സ്വന്തമായി തീരുന്നതിനായി വിശുദ്ധ കുർബാന എന്ന സ്വർഗീയ അമൃതത്തിന്റെ നിറവിനാൽ കവിഞ്ഞൊഴുകപ്പെടുന്നതിനായി, ജീവന്റെയും സ്നേഹത്തിന്റെയും നീർച്ചാലായി രൂപാന്തരപ്പെടുന്നതിനായി മാതാപിതാക്കളോടൊപ്പം ബലിവേദിയെ സമീപിക്കുന്നു. ഇന്നേ ദിവസം ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഇവരുടെ ഹൃദയങ്ങൾ ഈശോയെ വഹിക്കുന്ന ജീവന്റെ പേടകങ്ങളായി മാറാൻ പോവുകയാണ്. ഇവരുടെ ജീവിതങ്ങൾ നിത്യജീവിതത്തിലേക്ക് തള്ളിക്കപ്പെട്ട് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷികളായി മാറുന്നതിനായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് മുണ്ടുകൾത്തി നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ പ്രതിനിധി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഡാവിയിലേക്ക് കാരുണ്യവാനായ യേശുവേ,
ഹൃദയത്തോടെ അങ്ങയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവർ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണല്ലോ. ഞങ്ങൾ കാവൽക്കാരും സൂക്ഷിപ്പുകാരും മാത്രം. ഇവരുടെ കൊച്ചു ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ ഇവർ എന്നും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയട്ടെ. പാപത്തിന്റെ കറ വീഴാതെ ഇവരുടെ ഹൃദയങ്ങളെ നിർമ്മലമായി അങ്ങ് കാത്തുകൊള്ളണമേ. ഇനിയും ഈ മക്കളെ ആഴത്തിൽ സ്നേഹിക്കുന്നതിനും അങ്ങ് ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതെ ഇവരെ വളർത്തുന്നതിനും അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിതാന്തസ്സിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധരെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈശോയെ സ്വീകരിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്കായി ഒരുക്കിയ അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു ദിവസത്തിലാണ് ഉണ്ടായിരുന്നത്. കല്ലോടി എടുക്കുകയാകുന്ന കുടുംബത്തിലെ 22 കുഞ്ഞുങ്ങൾ നമ്മോട് എന്നും എപ്പോഴും ഒപ്പമായിരിക്കുവാനായ അപ്പമായി തീർന്ന തിരുവോസ്തിരൂപനായ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നേൽക്കുന്ന ഈശോയെ ഏറ്റവും ആദ്യമായി സ്വീകരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസം. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഏറെ ശ്രദ്ധത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഏവർക്കും നേരുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതിനു വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുങ്ങുകയായിരുന്നു. അവിടെ മാതാപിതാക്കൾ അതിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ആ ഒരുക്കത്തിൻ്റെ സമാപനത്തിൽ ഇന്ന് ഈശോയെ ഇവരെ സ്വീകരിക്കുക. അപ്പം നിങ്ങൾ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് വരുമ്പോൾ 4
അപ്പൊ ഈശോയെ അറിയണം, സ്നേഹിക്കണം, ഈശോയെ സ്വീകരിക്കണം, ഈശോയെ ആശ്രയിക്കണം, ഈശോയെ വളരണം. ഈ 5 കാര്യങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. ഈ അനുഗ്രഹത്തിന്റെ ദിവസത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും ഈശോയെ കുർബാനയിലൂടെ നിങ്ങൾക്ക് ആദ്യമായി നൽകുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും ഒക്കെയായിട്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട തോമസ് മണക്കുഞ്ഞച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ നമുക്ക് കല്ലുപടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന സമയത്ത് എന്നെ കൊണ്ടുവന്ന് വിടുവാനായിട്ട് അച്ഛൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇവിടെ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനായിരുന്നു. അച്ഛൻ ഇപ്പോൾ നമ്മുടെ ബത്തേരി ഫൊറോന പള്ളിയിലെ വികാരിയച്ഛനാണ്. അതിന് തൊട്ട് മുമ്പ് മണിമൂലി ഫൊറോനയുടെ വികാരിയച്ഛനായിരുന്നോടെയായിരിക്കുമ്പോൾ നമ്മുടെ രൂപതയുടെ സഹവികാരി ജനറലായിട്ട് അച്ഛനോടുണ്ടായിരുന്നു. അതിന് മുമ്പ് ചുവക്കുന്ന ഫൊറോന പള്ളിയിലെ വികാരിയച്ഛനായിരുന്നു. ഇങ്ങനെ നമ്മുടെ രൂപതയിലെ വിവിധങ്ങളായ ഇടവകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ദിവസം നമുക്ക് വേണ്ടി വിലർപ്പിക്കുവാനും വിശുദ്ധ കുർബാനകൾക്ക് നൽകുവാനും അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ അച്ഛൻ ഒത്തിരി സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ നമ്മോടൊപ്പമായിരിക്കുകയാണ്. അച്ഛൻ അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഈ അനുഗ്രഹീതമായ ദിനത്തിലേക്ക് സെമിനാരി കാലഘട്ടം മുതൽ അച്ഛനുമായിട്ട് അടുത്ത ബന്ധമുള്ള എൻ്റെ സീനിയറാണ് അച്ഛനെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ വേദ സെമിനാരിയിൽ വർഷങ്ങളുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു വലിയ ആത്മബന്ധമുണ്ട് അച്ഛനുമായിട്ട്. എന്നും എപ്പോഴും അതുപോലെ തന്നെ അച്ഛൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇടവകയെ ഏറ്റവും ചലനാത്മകമായ രീതിയിൽ ആത്മീയമായ തലത്തിലും ഭൗതികമായ തലത്തിലുമെല്ലാം ഉയർത്തുന്ന അതിനായി ശരീരവും ആരോഗ്യവും മറന്ന് അധ്വാനിക്കുന്ന ഒരു പൗരോഹിത്യമാണ്. അച്ഛനെ ഞങ്ങൾ എപ്പോഴും ഒത്തിരിയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് എപ്പോഴും ഞാൻ നോക്കി കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് ഞാൻ അഭിപ്രായങ്ങൾ ആരായാറുണ്ട്. അങ്ങനെ ഒരു വലിയ ആത്മബന്ധം എപ്പോഴും കല്ലുപടിയിൽ അച്ഛനായിരിക്കും സന്തോഷത്തോടെ ആയിരിക്കുന്നു. അപ്പോൾ കല്ലുപടി ഇടവക സമൂഹത്തിലേക്ക് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ സ്നേഹത്തോടെ സന്തോഷത്തോടെ തോമസത്തിനെ സ്വാഗതം ചെയ്യുന്ന ഒരു കരഘോഷത്തോടെ സെന്റർ ഓഫ് അട്രാക്ഷൻ. അപ്പൊ നിങ്ങളെല്ലാവരെയും 22 പേരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, നിങ്ങളുടെ അഭ്യുദയ ആവശ്യങ്ങള്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അവരെല്ലാവരുമാണ് ഇപ്പോൾ ദേവാലയത്തിലായിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ് ഇപ്പോൾ പള്ളിയിലുള്ളത്. ബാക്കി നിങ്ങളോട് അല്പം താഴ്ന്ന സ്നേഹമുള്ളവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ സ്നേഹമുള്ളവർ തന്നെയാണ്. പക്ഷെ അവരെക്കാൾ കുറച്ചും കൂടി സ്നേഹം കൂടുതൽ ഇവർക്കായിരിക്കും നിങ്ങളോടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അവരെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുക്കിയ സിസ്റ്റർ സ്മിതയുണ്ട്. സിസ്റ്റർ ഈ ദിവസങ്ങളൊക്കെ വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും സിസ്റ്ററെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സമർപ്പിതരെയും നിങ്ങളെ ഓരോരുത്തരെയും കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദിവസം നമുക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദൈവകൃപയുടെ ദിവസമാക്കിയിട്ട് എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമുക്ക് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ലോകത്തിന്റെ പ്രകാശമായി നമ്മുടെ മധ്യേ മാർഗദീപമായി വസിക്കുന്ന യേശുവിനെ സൂചിപ്പിക്കുന്നതാണ് കത്തിയെരിയുന്ന വിളക്കും തിരികളും. യേശു നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശമായി കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ കാർമികൻ നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ പ്രതിനിധികൾ ഏഴനകുന്നത്ത് ജുവൽ തെരേസ ജോബി പുതിയടത്ത് പറമ്പിൽ, മാതാപിതാക്കളുടെ പ്രതിനിധികൾ ബൈജു കൊല്ലകുന്നേൽ, ശൈത്യ ഏർമംഗലത്ത് എന്നിവരും ദൈവത്തെളിക്കൽ കർമ്മത്തിൽ പങ്കുചേരുന്നു. Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപുത്രന്റെ ഭക്തവും അവധാനം വഴി മനുഷ്യനാഥ്യാശി നൽകുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളുടെ പൗത്രിക പരിഹാരങ്ങളെ വിളർപ്പിക്കുവാനും കുമാരഭാനന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും തങ്ങൾ നിറഞ്ഞ് മുഴുവൻ സഭീകരണങ്ങളെ ശ്രദ്ധിക്കുകയും വാക്കപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതിനോട് നാമത്തിന്റെയും നാമസ്താവുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആ
ഞങ്ങളെ കടപ്പെട്ടവരാകും സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എല്ലാം ഭഗവാനേ, പരിപാലനാമവനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ സ്വഭാവത്തിൽ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുത്തെ ഉദാരവും ദൈവികമായ കരുണയും മധുരസ്വരത്തിലേക്ക് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മീയ സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ പലവഴിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൻ മനതാരിൽ വന്നുവിളഞ്ഞുതുളും വീഴുന്നു. രാജാവിൻ ഇരുമുൻപിൽ തീർത്ത മധുവായ തീരത്തെ ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാനറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 53 മുതൽ 59 വരെ. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. ജനശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും. അവസാന ദിവസം ഞാൻ അവനെ വേൾപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു. ഞാൻ പിതാവ് പോലെ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ പോലെ ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറയുമെന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിൽ മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കപർന്നൗമിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. കർത്താവേ,
സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ നാമധേയങ്ങളായി സ്നേഹമുള്ള സജ്ജിച്ച, സ്നേഹമുള്ള പ്രതിഷ്ഠിച്ച, അടച്ച സിസ്റ്റേഴ്സ്, ഇന്ന് ആദിവാസിയിരിക്കുന്ന വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തുടക്കത്തിൽ സജ്ജിച്ച് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും നന്ദി അറിയിക്കുക. വളരെ നന്നായി കുഞ്ഞുങ്ങളെ ഒരുക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളെ നോക്കുകയാണ്. എല്ലാ കുട്ടികളും മിടുക്കലായിട്ട് മിടുക്കികളായിട്ട് ഇരുന്ന പരിശുദ്ധ കുർബാന പ്രാർത്ഥനകളൊക്കെ കൃത്യമായി ചെയ്യുന്നു. ചോദിച്ച മറുപടികൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്തു. സജ്ജിച്ചിനെ പോലെ സിസ്റ്റേഴ്സിനെ നിയമനാധ്യാപകരെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് അഭിനയിക്കുക. സുഖമാണോ? സുഖമാണോ? അച്ഛൻ പഠിപ്പിച്ചോ? ഞാൻ ചോദിക്കുന്നത് സുഖമാണോ? ഞാൻ മറുപടി പറയട്ടെ. സുഖമാണോ? സുഖമാണോ? ഉറക്കെ സുഖമാണോ? നാല് കുട്ടികളാണ്. ഒക്കെ ഈശോടെ മാതാപിതാക്കൾ സുഖമാണോ? മാതാപിതാക്കൾ സുഖമാണോ? അപ്പയും മമ്മി ഇഷ്ടമാണോ? ഈ ജോലിയൊന്നും സജീവ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അച്ഛന്മാരെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണോ പറ. സജീവസിന്റെ ആംബുലൻസിന്റെ ഇഷ്ടമാണോ? സിസ്റ്റേഴ്സിന് ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോ? ഓക്കെ, അടുത്ത ആമ്പിളാണ്. അച്ഛനാകാൻ പോകുന്ന ആഗ്രഹിക്കുന്ന വിശ്വസിക്കാൻ പോലെയില്ല അല്ലേ? അച്ഛനാകാൻ വലുതായി അച്ഛനാകണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കൈമുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം മുട്ടിയാണ്. ആഗ്രഹമുണ്ട് കൈമുട്ടിക്കോ. ആരും ശ്രദ്ധിച്ച പഠിത്തമായിരുന്നു അമ്പലത്തിനോട്. ഓക്കെ, അടുത്ത ചോദ്യം. ആ പെൺപിള്ളാരാണ് വലുതായി കഴിയുമ്പോൾ സിസ്റ്റർ ആകണം. എനിക്ക് സുസിസ്റ്ററെ പോലെ അല്ലെങ്കിൽ സിസ്റ്ററെ പോലെ സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ കൈമുട്ട ആഗ്രഹമുള്ളത് കൈ നോക്കിയോ? നേരെ നോക്കിയോ? ഒരു കൈ കൊടുത്തേ കൊച്ചിന്. കൊച്ചിന്റെ പപ്പയുടെ മോഹമാണ്. വേണം പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എന്തുമാത്രം കൃപയാണ് നിങ്ങൾക്ക് ഈ ദിവസം കിട്ടാൻ പോകുന്നത്. ഈശോ ജീവിക്കുവാൻ വേണ്ടി അവധി ദിവസങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പഠിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. സിസ്റ്റേഴ്സ്, അധ്യാപകർ, അച്ഛനും അച്ഛനും എല്ലാം നിങ്ങളെ ഒരുക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈശോയെ ജീവിക്കുവാൻ വേണ്ടിയിട്ട്. ഇതിൽ കൂടുതൽ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കാനേ ഇല്ല. ഈശോ എന്റെ ഹൃദയത്തിൽ വരികയാണ്. എന്ത് പരിശുദ്ധമായ ദിവസമാണ് ഒരുക്കിയിരുന്ന ഇന്ന് കണ്ടുപിടിക്കുന്ന സന്തോഷിക്കുന്ന ദിവസം, ദിവസം സന്തോഷിക്കുന്ന ദിവസം. എനിക്ക് കൂടുതലായിട്ട് 22 കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമാണ്. കുഞ്ഞിന്റെ മനസ്സിലെപ്പോഴും ഈ ഒരു ദിവസം ഓർത്തിരിക്കുക, മറക്കാതിരിക്കുക. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ഇവിടെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശുദ്ധ കുർബാന സ്ഥലത്താണ്. അത് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഈശോയുടെ കുഞ്ഞുങ്ങളായി മാറുകയും, അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ ഈശോയുടെ കുഞ്ഞുമക്കളായിട്ട് മാറുകയാണ്. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുക. കുഞ്ഞുനാളിൽ പപ്പയുടെ കൂടെ മമ്മയുടെ കൂടെ ഒക്കെ പള്ളി വന്നപ്പോൾ പപ്പയും മമ്മിയും ചേട്ടന്മാർ ചേച്ചിമാരും ഒക്കെ ഈശോ സ്വീകരിച്ചപ്പോൾ നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ നാക്ക് കേട്ടിട്ടുണ്ട് ഇല്ലേ? കുറച്ച് നാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? നാക്ക് കേട്ടിട്ടുണ്ട്. ഇന്ന് ഈശോ നിങ്ങളുടെ എഴുതി വരുമ്പോൾ തമ്മിൽ നന്ദി പറയാം. അപ്പൊ ഇന്ന് ഈശോ എഴുതി വരുമ്പോൾ ഇനി ഈ 22 കുഞ്ഞുങ്ങൾ ഈ കല്ലോടിന്റെ വിവിധ ഭാഗങ്ങളാണ് ഉള്ളത്. എനിക്കറിയത്തില്ല പ്രദേശത്താണ്. 20 സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ 22 സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ദിവ്യകാല പ്രദർശനം നടക്കാൻ പോവുകയാണ്. മാതാപിതാക്കളോടൊപ്പം കുഞ്ഞുങ്ങള് വിപുല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ദിവ്യകാല പ്രദർശിച്ചാൽ എന്തുമാത്രം ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇനി കല്ലോടി പ്രദേശത്ത് നിറയാൻ പോവുകയാണ്. എന്താണ് ദിവ്യകാല പ്രദർശനം നടത്താറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നടത്തുകയാണ്. ഈശോ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് കുടുംബത്തിലും നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ മുഴുവനും
വിളിച്ച് പറയുക. അതുകൊണ്ട് നിങ്ങൾ കണ്ടുചെന്ന കുടുംബം അനുഗ്രഹമായി മാറുകയാണ്. ഞാൻ മാതാപിതാക്കളെ നോക്കി, അവർ നന്നായിട്ട് ഒരുങ്ങിയാണ് നിൽക്കുന്നത്. കുഞ്ഞുങ്ങളൊപ്പം തന്നെ എനിക്കറിയാം സജ്ജിച്ച് കൃത്യമായിട്ട് ഒരുക്കുന്ന വ്യക്തിയാണ്. ഇടവകി കൃത്യമായിട്ട് ആത്മീയ ജീവിതത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശക്തമായി നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് സജ്ജിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒപ്പം അതുകൊണ്ട് ഒരുക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ മനോഹരമായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വാഹനമുള്ളത് കൈവക്കാമോ? ജീപ്പോ കാറോ ഉള്ളത് കൈവക്കി വീട്ടിലെ പിള്ളേരെ കൈവക്കും. വീട്ടിലെ കാറോ ജീപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് മതി. ആദ്യത്തെ നമ്പറുണ്ട്, നമ്പറില്ലേ, നമ്പർ അടിച്ചത് കൃത്യമായ രജിസ്ട്രേഷൻ നമ്പറുണ്ട്. അപ്പൊ അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് വേറെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ പോവുകയാണ്. ഈ ചികിത്സ കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ സ്വന്തത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. വളരെ വിമാനം കുറച്ച് കഴിയുമ്പോഴാണ് സ്വന്തത്തിന്റെ വാഹനമായി മാറുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സ്വന്തത്തിന്റെ വാഹനമായി മാറുകയാണ്. അപ്പൊ നമ്മളറിയാം ഓരോ വാഹനത്തിന്റെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഈശോയുടെ കുഞ്ഞുങ്ങളായ നിങ്ങൾ സ്വതന്ത്രത്തിന്റെ വാഹനം 22 വാഹനങ്ങളെ നാളെ മുതൽ ഇങ്ങനെ തിരികടിച്ച് നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങളാണ്. പക്ഷേ അതെല്ലാം എടുത്തുകൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് അവകാശമേ ഇല്ല. ഉടുപ്പൊക്കെ നോക്കിക്കേ. അതാണ് ഈ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ തിരുസഭ നിങ്ങളെ ഓർപ്പിക്കുക. ഈ ലോകത്തിൽ നിങ്ങൾ ഓടുന്നു, പക്ഷേ അപ്പൊ ഈശോയെ കാണിച്ചു കൊടുക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25-ാം തീയതി വേദപാഠം ആരംഭിക്കും. കഴിഞ്ഞ വർഷം നിങ്ങൾ 4ാം ക്ലാസ്സിലായിരുന്നു, 5ാം ക്ലാസ്സിലേക്കാണ് പോവുക. മിഷനിലേക്ക് എന്റെ കുഞ്ഞുങ്ങളായി മാറുകയാണ്, മിഷനറിമാരാകാൻ പോവുകയാണ്. അപ്പൊ കൂട്ടുകാർക്ക് നിങ്ങളെ നോക്കുമില്ലേ, എങ്ങനെയാണ് പള്ളിയിലേക്ക് വരുന്നത്, നിങ്ങൾ എത്ര ഭക്തിപൂർവ്വമാണ് വിശുദ്ധമായി കൂടുന്നത്. ഈ ശിശു ആദ്യം ഞങ്ങളിലേക്ക് എഴുന്നേറ്റ് വന്ന ദിവസം അവർ പലരും ചോദിക്കും, മറ്റു കുട്ടികളൊക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് കാണിച്ചു കൊടുക്കുക? മതാധ്യാപകരെ പഠിപ്പിച്ചിട്ട് സഞ്ചരിച്ചത് കാരണം പറയാൻ പാടില്ല, എന്ന് ചെയ്യാൻ പാടില്ല, നന്മയെ ചെയ്യാവൂ, ഇതാണ് പറഞ്ഞിരിക്കുക. അതാണ് നിങ്ങളെ ഉത്തരവാദിത്വം. മെയ് മാസം 6-ാം തീയതിയാണ് ഡോമിസായുടെ നമ്മൾ ആഘോഷിക്കുക. ഡോമിസായുടെ ജീവിതത്തില് അദ്ദേഹം സുരക്ഷിതൻ ഈശോ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് എടുത്ത തീരുമാനം 4 പറഞ്ഞു കേൾപ്പിക്കുക. കുമ്പസാരിക്കൽ തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഭാവാവസ്ഥയിലൂടെ ഒരിക്കലും സഞ്ചരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, എന്റെ സ്നേഹിതനായി എപ്പോഴും കൂട്ടും. അതുകൊണ്ട് ഈ കാര്യം മാത്രമേ ഉള്ളൂ. ആർക്കുള്ളതാണ് ഒരിക്കലും തിന്മ ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധനാകുവാൻ പോകുന്ന വ്യക്തിയാണ് കാർലോസ് അക്വിറ്റസ്. 27-ാം തീയതി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. സത്യമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കാര്യത്തിന്റെ മുഖമായി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് കടന്നുപോയ മറ്റൊരു ക്രിസ്തുവിന്റെ പ്രവാചകൻ നമുക്ക് നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർത്തോയെ മനസ്സിൽ പ്രാർത്ഥിക്കണം. ഞാൻ രോഗില് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അസിസി പോയി ഈ കാർലോസ് അക്വിറ്റസിന്റെ സൗകര്യത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുള്ളൂ. 15 വർഷക്കാലം 15 വയസ്സ് മാത്രമേ ലോകം ജീവിച്ചിട്ടുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനായി വിശുദ്ധനായി മാറാൻ പോവുകയാണ്. ഉപയോഗിച്ചുകൊണ്ട് പോയപ്പോഴും ഈശോയുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിശേഷിച്ചില്ല. പോലെ മൊബൈൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം കളയാതെ ഇരിക്കുക. ഇന്ന് ഈശോ സ്വീകരിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് മാത്രം സാധിക്കുകയില്ല, മാതാപിതാക്കൾ. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹമുള്ള കുട്ടികൾക്ക് എല്ലാവരുടെയും പേരിൽ ദിവസത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്ന് ഈശോ നിങ്ങൾക്ക് കൂടെ നടക്കട്ടെ എന്ന് മാതാപിതാക്കളെ നിങ്ങളും സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും അവകാശപ്പെടുവാൻ സാധിക്കുമോ? ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവം എന്ന് തീരുമാനിക്കുന്ന ആർക്കും പറയാൻ സാധിക്കും. കാര്യങ്ങൾ നിങ്ങളാണ്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, സമ്പത്തുണ്ട് ആണ്. പക്ഷേ ദൈവത്തിന്റെ വലിയ ഇടപെടല ഈ ഭൂമിയിൽ തിരുക്കുടുംബം സ്ഥാപിക്കുവാൻ, ഈ ഭൂമിയിൽ പ്രദർശിച്ചുകൊണ്ട് ദൈവത്തിന്റെ കടപിടിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായി വിളിച്ചു വയ്ക്കുക. പ്രത്യേകമായി ഈ കുഞ്ഞുങ്ങൾ ആദ്യമായി സ്വീകരിക്കുമ്പോൾ ഒന്ന് ആത്മവിശ്വാസം ചെയ്യേണ്ടത്, ഞാനിവരുടെ കുടുംബവും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണോ പോകുന്നത്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണോ പോകുന്നത്. പദതലങ്ങളുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ഈ അധ്വാനം
ആണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തത്തിന്റെ വാഹനമാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ ഡ്രൈവർമാർ നിങ്ങളാണ്. നിങ്ങൾ ഓടിച്ചെങ്കിൽ മാത്രമേ ഈ വാഹനം നന്മ. എത്ര സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. കുടുംബം ദേവാലയമാകണമെങ്കിൽ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകണം. ഞാൻ അവിടെ ബത്തേരില്ലാതെ ഉപവാസിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുക. 54 പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, എല്ലാവരും കണ്ണടയ്ക്കുക, എല്ലാവരും കണ്ണടയ്ക്കുക. മാതാപിതാക്കളെ വിളിച്ച് കൂട്ടിയിട്ടാണ് ചോദ്യതാണ്. മാതാപിതാക്കൾ കണ്ടു തോന്നിരിക്കും. നിങ്ങൾ ഒരുങ്ങിയിട്ടാണ് ഈ പരിശുദ്ധമായ ഈ ദിവസം ഈ കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് സമ്മാനിക്കുക. എന്തെല്ലാം ഭൗതിക തിരക്കുകളുണ്ടായി പ്രിയപ്പെട്ടവരാണ്. സ്വന്തത്തിൽ നിന്നുകൊണ്ട് കാണുകയാണ് നിങ്ങളെ. അല്പകാര്യം വിശ്വസിച്ചതുകൊണ്ട് അനേക കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കും. സാധാരണ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? 10ാം ക്ലാസ് പരീക്ഷ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബമായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ എന്റെ കുഞ്ഞ് വിശുദ്ധനായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ മകൾ വിശുദ്ധനായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര അപ്പന്മാരും അമ്മമാരും പ്രാർത്ഥിക്കാറുണ്ട്. ഈ ലോകത്തിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുക? കാപ്പട്ടെ നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുക. നിങ്ങളുടെ ആത്മീയതയുടെ നിറകുടങ്ങളായി മാറണം. അശുദ്ധമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിശ്ചയിക്കരുത്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ പ്രകാശമായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലേ അത് നമ്മളെ ഓർപ്പിക്കുക. ക്രൈസ്തവരെ നമ്മൾ എന്ത് മേന്മയാണ് കാണിച്ചു കൊടുക്കുക? അവർക്കൊന്നും ഇതില്ലാത്ത ഈ പശുമാസങ്ങൾ ഒന്നുമില്ല. ഒരു വ്യത്യസ്തമായ വിശ്വാസമാണ് അവർ. സത്യദൈവം വിശ്വസിക്കും. നമ്മള് കുടുംബം ദേവാലയമായി സൂക്ഷിക്കുക. ഒന്നുകൂടെ, തലമുറ കൈമാറി. ചില അപ്പച്ചനമ്മച്ചിമാരെ ദേഷ്യത്ത് നോക്കുക. ഒന്ന് കൈ വിട്ടിട്ടൊന്ന് കൈ വിട്ടിരുന്നേ. തലമുറ കൈമാറി ജീവനില്ല. തലമുറ കൈമാറി. എല്ലാവരും ഒന്നിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ മാതാപിതാക്കൾ ഏറ്റെടുത്ത വിശ്വാസം ദിവസിക. ഇതാ 2025 മെയ് 3-ാം തീയതി ഈ കുഞ്ഞുങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുസ്തകം 22-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ വചനങ്ങൾ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 8 വരെ വചനങ്ങളിൽ നമുക്ക് അറിയുകയാണ്. മോറിയ മലയുടെ പടവുകൾ കയറുമ്പോൾ ബലവും തീയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എനിക്കുള്ള കുഞ്ഞാളിനെ ആരും മാതാപിതാക്കളെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുവാൻ മറന്നുപോയ തീയും ബലവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എനിക്കുള്ള കുഞ്ഞാളിനെ ആരും അപ്പന്റെ മറുപടി ഈ കാലഘട്ടത്തിന്റെ മറുപടിയായി കാണണം. മകനെ അത് ദൈവം തരും. മക്കളെ ദൈവം തരുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം എല്ലാ ഭൗതികതയും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഓട്ടത്തിൽ ഞായറാഴ്ച പോലും ഒഴിവാക്കിക്കൊണ്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ തോന്നുവല്ല ജീവിക്കുവാൻ ആവശ്യമാണ്. പക്ഷെ ഏതാണ് പ്രധാനപ്പെട്ടത്? പോകണമെന്ന് അത് പഠിപ്പിച്ചുവെങ്കിൽ കാണപ്പെടുന്നതുമായ അപ്പനും അമ്മയും ദേവാലയത്തിൽ പോകുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ചലിക്കും? കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട്ടിൽ അനുസരിച്ചിട്ടുണ്ടാകാം. ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അനുസരിച്ചുമാരും ഒക്കെ അങ്ങനെ മനോഹരമായി കൊടുത്തിട്ടുണ്ടാകാം. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ കൂടെ സ്വീകരിക്കുമ്പോൾ അത് പാക്കാൻ നമുക്ക് ആത്മീയ മനുഷ്യനായി മാറാൻ നമുക്ക്. അപ്പോൾ അനുഗ്രഹം നമ്മളിലൂടെ ഈ ഇടയിലേക്കും ഈ പ്രദേശത്തേക്കും കിട്ടും. ഒത്തിരി നിയോഗങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, ഗുരുക്കന്മാരെ സമർപ്പിച്ച് ദൈവത്തിന്റെ ദിവസത്തിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് പോകുവാൻ നാളുകൾ സാധിച്ചുവെങ്കിൽ നന്ദി പറയുക. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചു വരാൻ നോക്കുക. അപ്പോൾ അമ്മയും പന്തീസയിൽ കുടുംബാവങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മാതാപിതാക്കൾക്കും ദിവസത്തെ എല്ലാവരും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ഈശോയെ, നിന്റെ തിരിച്ചുരക്തങ്ങൾ ആദ്യമേ ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നിന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും
വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും നിന്നെ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കിയവരെയും ഇന്നത്തെ തീർക്കങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ സാർവത്രിക സഭയെ നയിക്കുന്ന കർദിനാൾ സംഘത്തെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യർക്ക് മുഴുവൻ ദിവസിക്കാടെയാകട്ടെ സന്ധ്യയും നാഥാനിലേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Raja
ഇത് പാപികളെ പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. ദൈവപുത്രൻ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി ലഭിച്ചു തരുന്ന തന്റെ ശരീരമാകുന്നു. ഇപ്പോഴും സഹോദരനെ മനസാക്ഷി നിർമ്മലത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടി പാപമോചനത്തിനായി കാരണകൂടം നൽകപ്പെട്ടിരിക്കുന്ന ജീവിതാംഗമായി തീക്കട്ടെ നമുക്ക് സമീപിക്കാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ വിശുദ്ധ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും പ്രധാന കാർമ്മികളെന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. മറ്റുള്ളവർക്ക് പള്ളിയുടെ രണ്ട് ഭാഗത്തായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നൽകുന്നതാണ്. അക്രൈസ്തവ സഹോദരൻ ആരെങ്കിലും ദേവാലയത്തിലുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുള്ളതല്ല.
ദൈവവചനത്തെ ഹൃദയത്തിൽ
മാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിന് കുട്ടികളെ സമർപ്പിക്കുന്നതിന്റെ അടയാളമായി പ്രതിഷ്ഠാജപം ചൊല്ലുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിന് ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിന് അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എന്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എന്റെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും എന്റെ മരണനേരത്ത് ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും വഴി എന്റെ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രന്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എന്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എന്റെ പരീക്ഷകളും ദുരിതങ്ങളും എന്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അവർക്ക് ലഭിച്ച വലിയ സൗഭാഗ്യത്തിന് സർവശക്തനായ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവകൃപയുടെ നിരീക്ഷാലകളിലേക്ക് ഇവരെ നയിച്ച ഓരോരുത്തർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ജുവൽ മരിയ ലിജോ അരീക്കൽ. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരിയച്ഛൻ സഞ്ചരിച്ച കൊച്ചച്ഛൻ അമലച്ച, ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച തോമസ് അച്ഛ, വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെയും എന്റെ പ്രിയ കൂട്ടുകാരെ
ഈ സന്തോഷം എന്നാൽ ഇവിടെ വരുമാനം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബഹുമാനം കൊടുക്കുവാനും അവസരം നൽകി ഞാൻ നന്ദി പറയുകയാണ്. സഞ്ചരിച്ചത് ജയിച്ച കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരാണ്. നന്ദി വന്നപ്പോൾ തന്നെ പറഞ്ഞു തിരുവോടുകൂടിയാണ് ഇത് പറയുക. അതുപോലെ ഞാൻ ജയിക്കുവാൻ കുഞ്ഞുങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഞ്ചരിച്ചതിനെ പ്രത്യേകമൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു കേസിലൊക്കെ കൊണ്ടുവച്ച സ്ഥലത്തിൻ്റെ കേസ് പ്രതീക്ഷയോടുകൂടിയാണ് ഡൽഹിയിലേക്ക് വരിക. ഇവിടെ വന്നപ്പോൾ ദേശത്തിൻ്റെ പുറകെയായി പിന്നെ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ സഞ്ചരിച്ചത്. പ്രത്യേക വിഷയമുണ്ട്. ദൈവം അവർക്കൊന്നും പ്രാർത്ഥിക്കുന്നു. ഇടപെടലായിട്ടുള്ള വൈദികനെയാണ് ദൈവം നൽകിയിരിക്കുക. ചേർന്ന് നിൽക്കുമ്പോൾ അച്ഛനിലൂടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കണ്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിലൂടെ ഞാൻ പ്രത്യേകിച്ച് ചേർന്ന് നിൽക്കുക. മനോഹരമായിട്ട് എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിൽ കൊടുക്കാതെ ഒപ്പം വികാരത്തോട് ചേർന്ന് ബസ്സോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളി വടിയുവാനും കേസ് നിമിഷം തീരുവാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ ശക്തമായ നേതൃത്വം ശ്രദ്ധിച്ചപ്പോൾ പ്രത്യേകമായി കൂടി അഭ്യർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സ് ആകാനും അച്ഛനാകളൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികൾ കൈമുക്കിയില്ല. മാതാപിതാക്കളെ പ്രാർത്ഥിക്കണം. എവിടുന്നാണ് വൈദ്യ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവുക? നല്ല കുടുംബത്തിൽ നിന്നാണ്. പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് കുഞ്ഞുങ്ങൾ കൈമുക്കിയെന്ന് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ സിസ്റ്റേഴ്സ് നമുക്കില്ല എങ്കിൽ ആരാണ് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കുക? ആരാണ് ഈ ആത്മീയമായി നേതൃത്വം കൊടുക്കുവാൻ കാണുക? അതുകൊണ്ട് വൈദിക സിസ്റ്റേഴ്സൊക്കെ വേണം. 22 പിള്ളേർ എല്ലാം സ്ഥലത്ത് പോയി. ഇവിടെ 6 പേരേ ഉള്ളൂ. ഒരു പെൺകൊച്ചും 5 ആൺകുട്ടിയാണ്. ആ പെൺകൊച്ച് മനസ്സിലാക്കുന്നത് കൈമുക്കി അച്ഛനാ സിസ്റ്റർ ആകുവാൻ വേണ്ടി. ആ പിള്ളേരുടെ 2 പേര് കൈമുക്കി പോകുന്ന തലത്തിൽ. പക്ഷേ ആഗ്രഹം മനസ്സിലെടുത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആദ്യം സിസ്റ്റർമാരാവും അച്ഛന്മാരാവും. സിസ്റ്റേഴ്സ് പ്രവർത്തനം അതാണ്. ഇത് മാത്രം അനുഗ്രഹമാണ്. 2 കോൺഗ്രിഗേഷനിലൂടെ എപ്പോഴും സാന്നിധ്യമായി നിൽക്കുന്നു. അവർ യാത്രയാത്രകളൊക്കെ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നത് അവർ സ്വന്തമായി കാണുന്ന ഇവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ ചേർത്ത് പിടിക്കുക. അതുപോലെ ചിന്തിച്ച് രജിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഇവിടെയുണ്ട്. ദൈവം ഓർക്കുന്നു. ഇവിടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കലായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. എല്ലാവരും കൂടി നന്ദി അറിയിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള രഹസ്യങ്ങൾ പ്രധാനമായി പകർന്നിട്ട് മനുഷ്യത്തെ മകത്തോടെ കൂടെ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ദാവത്തുന്നു പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളെ പങ്കാളി തിരുദർശിക്കപ്പെട്ട സഭയിൽ ഞങ്ങളുടെ കാലത്ത് നിന്നും സ്തുതി ബഹുമാനവും ആരാധന സമർപ്പിക്കുന്നു. നാഥ എന്നേക്കും. Oh
മൗലികനായി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേ Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before, oh my soul, and worship Your holy name. The sun comes up, it's a new day drawing. Subscribe now and press the bell icon. Never miss an update.